മാലിന്യം ഇത്ര സെറ്റായിട്ടിരിക്കണം, അതിന്റെ അടിയിൽ വെള്ളത്തിന് ഇത്ര ഗ്യാപ്പുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ നുഴഞ്ഞ് കേവിടയും പോലെ നുഴഞ്ഞാൽ നമ്മൾ ചേട്ടാ, നമ്മൾ ഈ വെള്ളത്തിന്റെയും മാലിന്യത്തിന്റെ ഇടയിലാണോ നമ്മൾ പോകുന്നത്? അതെ, അത് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഒരു 1/2 മീറ്റർ ഗ്യാപ്പിൽ കൂടെ നമ്മൾ പോണത്. അത്രയും മാലിന്യമാണ്. അത്രയ്ക്ക് മാലിന്യം സെറ്റാ പാറ പോലെ ഇരിക്കണം, തള്ളി മാറ്റിയാൽ പോവില്ല. അപ്പൊ ഇനിയിപ്പോ അതിന് ഈ വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. നമ്മൾ താഴെ അടി കൂടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ കുറയുമ്പോൾ ഇത് സെറ്റായിട്ടിരിക്കണം നമ്മുടെ പുറത്ത് വന്നിരിക്കും. പിന്നെ നമുക്ക് അങ്ങോട്ടോ പോകാൻ പറ്റൂല. നീക്കം ചെയ്ത് ശകലമല്ല, അവിടെയല്ലേ നീക്കം ചെയ്ത്. ഈ പാലത്തിന്റെ അടിയിൽ ഇത്ര അളവിൽ സെറ്റായിട്ട് പാറ പോലെ സെറ്റായിട്ടിരിക്കുക. വെള്ളം താഴുന്നതനുസരിച്ച് അത് സെറ്റായിട്ട് താഴും. അതിൽ നമ്മൾ വകഞ്ഞ് മാറ്റി തല പൊക്കാൻ പറ്റൂല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഈ മാലിന്യത്തിന്റെ ഇടയിലൂടെ തല പൊക്കിയതേ ഇല്ല, പൊക്കാൻ പറ്റൂല. കാര്യം തിരിച്ച് ഇവിടെ ഇറങ്ങിയെടുത്ത് വന്നേ തല പൊക്കാൻ പറ്റൂ. അതാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പൊങ്ങാൻ പറ്റില്ല. കാര്യം പാറ പോലെ സെറ്റായിട്ട് ഈ കനത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തിരിച്ച് ഇറങ്ങിയെടുത്ത് ഇവിടെ വന്നിട്ടേ കയറാൻ പറ്റും. 40 മീറ്ററിൽ കൂടുതൽ പോയതാണ്. അതാണ് പറഞ്ഞാൽ 40 മീറ്റർ ഉള്ളിലും ഈ സൈഡ് ഒരു 1.5 മീറ്റർ കനത്തിൽ. അരുൺ, സുജയനും അതുപോലെ സന്തോഷം വിശദീകരിച്ചതിലൂടെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നിറയെ മാലിന്യമാണ്. ആ മാലിന്യവും ആ മാലിന്യത്തിൻ്റെ താഴെയുള്ള വെള്ളം, ആ വെള്ളത്തിലൂടെ മാത്രമാണ് ഇവർ മുമ്പോട്ട് പോയത്. ഏതാണ്ട് 40 മീറ്റർ മുന്നോട്ട് പോയി എന്നാണ് സന്തോഷം അതുപോലെ സുജയനും വിശദീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും വെള്ളത്തിൻ്റെ അടിയിലൂടെ പോയി തല ഈ മാലിന്യത്തിൻ്റെ മുകളിലേക്ക് പൊക്കാൻ ഇവർക്ക് പറ്റിയില്ല. അത്രയും ഒട്ടിക്ക് മാലിന്യം ഇതിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വാട്ടർ ലെവൽ കുറഞ്ഞാൽ, വെള്ളം കുറഞ്ഞാൽ രക്ഷാപ്രവർത്തനം തന്നെ വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ മാലിന്യം വന്ന് അകത്തേക്ക് കയറുന്ന ആളുടെ ശരീരത്തിൽ അമർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം രക്ഷാപ്രവർത്തകർ പോലും കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അത് ദുഷ്കരമായ സാഹചര്യമാണെന്ന് ഇവർ വിശദീകരിക്കുന്നു. മാത്രമല്ല, അങ്ങോട്ടേക്ക് ഏതാണ്ട് 40 മീറ്റർ ഇതുവരെ പോയി കഴിഞ്ഞു. ആകെയുള്ളത് 50 മീറ്ററാണ്. ഇന്നലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 40 മീറ്റർ വന്നിട്ടുണ്ട്. ആ ഒരു 10 മീറ്റർ മാത്രമാണ് നോക്കാൻ ബാക്കി ഉണ്ടായിരുന്നതെങ്കിൽ കൂടിയും ഈ പറയുന്ന 40 മീറ്റർ കൂടി ഇന്ന് കവർ ചെയ്തു. അതിന്റെ അർത്ഥം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോം, അതായത് ജോയി വീണ സ്ഥലത്തിന്റെ അടുത്ത് വരെ ഇന്നും എത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തിന് ജോയിയെ തിരയേണ്ടതില്ല. ഇപ്പോൾ ആ ടണൽ അടയ്ക്കുകയാണ്. ആ മാൻഹോൾ ഇപ്പോൾ ഗ്രില്ല് ഉപയോഗിച്ച് അടയ്ക്കുന്നു. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിനാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകിയത്. ആ ഭാഗത്തും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മാൻഹോൾ അടയ്ക്കുകയാണ് അവർ. 2 റെയിൽവേ പാളങ്ങൾക്കിടയിലുള്ള മാൻഹോളിലൂടെയാണ് 3 കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്താനായി ഇറങ്ങിയത്. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി ടി വി പ്രസാദ്, ഇനി ബാക്കിയുള്ളത് തിരയാൻ ഈ ടണലിൽ ബാക്കിയുള്ളത് ഏത് ഭാഗമാണ്? എന്താണ് സെർച്ച് നോക്കിയായിരുന്നു, ഇവിടുത്തെ ഈ ഒരു ഭാഗം മൊത്തം നോക്കി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പായിട്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടതും പോയി, അവിടുന്ന് ഇങ്ങോട്ടേക്കും വന്നു. നിലവിൽ അതാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ ബെഡ് പോലെ താഴെ നിൽപ്പുണ്ട്. അപ്പം ഡൈവേഴ്സിന് കിടന്നു പോലും. ഏകദേശം എത്ര തിക്നെസ് കാണും? ഒരു മീറ്റർ. ഹെവിയാണ്. 1 മീറ്റർ ഇല്ല, ഒരു 1/2 മീറ്ററോളം ഉണ്ടാവും. പക്ഷെ നല്ല കട്ടിയാണ്. ഈ നനവ് വരാത്തതുകൊണ്ടും ഈ പൊടിയും എല്ലാം കൂടെ ചേർന്ന് കാണാൻ പറയും. പറഞ്ഞത് അതിന്റെ ഇടയിലൂടെയാണ് അവർ പോകുന്നത് അല്ലേ? ഇതിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഈ ബെഡ് പോലെ സാധനം പൊങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ കൂടെയാണ് ഇവർ പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയാസം. പറഞ്ഞാൽ പിന്നെ ഡൈവ് നടക്കില്ല. വെള്ളത്തിൽ മാത്രം ഡൈവ് ചെയ്യാൻ പറ്റും. വെള്ളം കുറഞ്ഞാൽ ഈ സാധനം അതുപോലെ അങ്ങ് ഇരിക്കും. പിന്നെ ഡൈവ് ചെയ്യാൻ പറ്റില്ല. വളരെ അങ്ങോട്ടേക്ക് നോക്കുക അല്ല. ഇനി അവിടെ ഒന്നുകൂടെ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മനസ്സിലാവുന്നുണ്ട്. അതാണ് നമ്മൾ, കാരണം ഈ റെസ്ക്യൂവേഴ്സിന് നമുക്ക് നോക്കണം, അവരുടെ കാര്യം നോക്കിയിട്ട് ബാക്കിയാണ് ചെയ്യണം. അപ്പോൾ ഇനി അവിടെ കൂടെ നോക്കിയിട്ട് ചിലപ്പം ഇതിന്റെ ഇവിടെ നിന്നും നോക്കുന്നുണ്ട്. പല സമ്മതിക്കണം വിജിൻ, നമ്മുടെ അഭിനന്ദനം. താങ്ക് യു. അഭിനന്ദനം പറഞ്ഞാൽ എത്തുന്നതല്ല കേട്ടോ. അരുണിന്റെ വകയും ഒരു കൈ കൊടുത്തിട്ടുണ്ട്. ആകെ വേണ്ടി നമ്മളൊരു കൈ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വിജിനും സുജയനും സന്തോഷും അവർ ചെയ്യുന്ന എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. സാധാരണ ജലസ്രോതസ്സുകളിൽ ഊളിയിടുന്നത് പോലെയല്ല ഇത്തരം മലിനജലത്തിൽ ഇങ്ങനെ ഊളിയിട്ട് തപ്പുക എന്നുള്ളത്. അതും ഏറെ ശ്രമകരമാണ്. മുകളിൽ മാലിന്യം ഇങ്ങനെ അട്ടിയായിട്ട് പാറ പോലെ ഇരിക്കുന്നു, താഴെയും മാലിന്യജലമാണ്. അതിനിടയിലൂടെയാണ് ഇവർ ഊളിയിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ലിജിനും സുജയനും സന്തോഷം അടക്കമുള്ളവരാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മാൻഹോളിലെ രക്ഷാപ്രവർത്തനത്തിന്
താൽക്കാലിക ഇടവേള. ഇനി മറു സൈഡിലാണ് ഇനി രക്ഷാപ്രവർത്തനം നടത്തുക. ജോയിയെ കാണാതായിട്ട് ഇപ്പോൾ 22 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. കേരളം ഒരുപക്ഷെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലുള്ള തെരച്ചിലിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനത്തിനാണ് അവർ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മാൻഹോൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഗ്രില്ലിട്ട്. ഇനി മറുഭാഗത്ത് ആമയിഴഞ്ചൻ തോടിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആ ഭാഗത്തായിരിക്കും ഇനി തെരച്ചിൽ നടത്തുക. അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ തിരച്ചിലിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. രക്ഷാപ്രവർത്തനം അതിസാഹസികമായിരുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സിന്, ഒപ്പം NDRFന്, അഗ്നിശമന സേനാ വിഭാഗങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു സല്യൂട്ട് നൽകണം. പക്ഷേ ജോയിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഏറെ വേദന നിറയുന്നതാണ്, ഏറെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ 23 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. TV പ്രസാദ്, ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ തലക്കിൽ നിന്നായിരിക്കും അല്ലേ അടുത്ത രക്ഷാപ്രവർത്തനം വീണ്ടും തുടരുക? രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അവിടെ നിന്നായിരിക്കും. അരുൺ, ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനോട് നമുക്കൊന്ന് ചോദിക്കാം. ഒരു അതുണ്ട്. കാര്യം ഇത്രയെങ്ങ് പോരാനുള്ള സാധ്യത, കാര്യം ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ കവർ ചെയ്തല്ലോ മാഡം. അപ്പോൾ ഇത്രയെങ്ങ് പോരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഡൈവേഴ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് താഴേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പറയണോ അവർക്ക് ഫുഡ് കഴിക്കാൻ? ഫുഡ് ഇപ്പം നമ്മൾ ഇന്നലെ ഇവിടുന്ന് കാറ്ററിങ്ങിനാണ് മാഡം കഴിച്ചത്. അവിടെ ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏർപ്പാട്. ശരി മാഡം, ശരി. സാർ, ഇനി നമ്മളെ ദൗത്യം എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ അവർക്ക് കുറച്ച് സമയം റെസ്റ്റാണ്. ഇപ്പോൾ ഡൈവ് ചെയ്തവർക്ക് കുറച്ച് സമയം റെസ്റ്റാണ്. ആ സമയത്ത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലില്ല അല്ലേ? ഇനിഷ്യലി ചെയ്ത ഭാഗത്ത് ഒന്നും കൂടെ ചെയ്ത് നോക്കണമെന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അത് വേണോ അതോ ഇവിടുന്ന് താഴേക്ക് ചെയ്യണമെന്നുള്ള ഡ്രൈവർ പറയുന്നത് ഈ മാലിന്യത്തിന്റെ അടിയിലൂടെ മാത്രമാണല്ലോ അവർക്ക് പോകാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ മാലിന്യത്തിന്റെ ഇടയിലാണ് എങ്കിൽ ഒരുപക്ഷെ കാണാനുള്ള സാധ്യതയും കുറവല്ലേ? അതെ, അങ്ങനെയുള്ളൊരു പിന്നെ അങ്ങനെ മാലിന്യത്തിന് ഇടയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെള്ളം കൂടുന്നതനുസരിച്ച് മാലിന്യം മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒഴുകാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും എല്ലാ സാധ്യതകളും നമ്മൾ തള്ളുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യും. ഓഫീസർ എന്ന നിലയിൽ ചോദിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ ഈ മാലിന്യമൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നവരോട് ഈ പ്രത്യേക സാഹചര്യത്തിൽ സാറിന് പറയാനുള്ളത് എന്താണ്? തൽക്കാലം നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിയട്ടെ, അതിനുശേഷം പറയാം. ഒരു അപൂർവമായ സംഭവമല്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായില്ലല്ലോ ഇങ്ങനെ ഒരു മാലിന്യത്തോട്ടിൽ വീണ ഒരാളെ കാണാതാവുന്നത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായി? മാലിന്യത്തോട്ടിൽ വീണ ആൾക്കാരെ എടുക്കുന്ന നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ടണലിനുള്ളിലായതാണ് പ്രശ്നം. ഒരു ടണലിനുള്ളിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ ആദ്യമായിട്ടാണ്. അരുൺ, ഇതാണ് അവരുടെ പറയുന്ന ഇതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ടണലിൻ്റെ ഉള്ളിലായി എന്നുള്ളതാണ്. ഇവർക്ക് മാലിന്യവും മറ്റ് ബുദ്ധിമുട്ടുകളും ഒന്നും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സം ഇത് തന്നെയാണ്. അരുൺ, നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടി വ്യക്തമായി കാണിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഈ കാണുന്നതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. ആ 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രേക്ഷകർക്ക് കാണാം, ആ പച്ച നെറ്റ് കെട്ടിയതിൻ്റെ അവിടെ നിന്ന് ഒരു 5 മീറ്റർ 10 മീറ്റർ അപ്പുറമാണ് ജോയ് വീഴുന്നത്. അവിടെ നിന്ന് അതിൻ്റെ അടിയിലൂടെയാണ് ഈ ടണൽ കടന്നു വരുന്നത്. ഇതിൻ്റെ അടിയിലൂടെ കടന്നു വന്ന് 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലുള്ള ഒരു മാൻഹോൾ തുറന്നാണ് ഇപ്പോൾ അകത്തേക്ക് അവർ ഇറങ്ങിയത്. മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഈ ആമയഞ്ചാൻ റോഡ്, തോട് ഇങ്ങോട്ടേക്ക് തുടരുകയാണ്. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ തോടിൻ്റെ ഒരു സ്കെച്ച് റെയിൽവേയുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അതിനെത്ര വീതിയുണ്ട്, അതിനെത്ര ഉയരമുണ്ട് എന്നത് സംബന്ധിച്ച്, എവിടെയൊക്കെ മാൻഹോൾ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു മാപ്പ് ആ റെയിൽവേയുടെ കയ്യിലില്ല. അതൊരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഇതിന് 2.5 മീറ്റർ ആഴമുണ്ട് എന്ന് പറയുന്നത് ഈ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിയതിന് ശേഷമാണ്. അതിൻ്റെ വീതി അവർ പറയുന്നതും അതുകൊണ്ടാണ്. ഏകദേശമാണ് കണക്കുകളെല്ലാം പറയുന്നത്. എത്ര മീറ്റർ കൃത്യമായി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഉണ്ട് എന്ന് പോലും പറയാൻ കഴിയുന്നില്ല. ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അവരുടെ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന മാലിന്യം അത് നീക്കാനുള്ള പൂർണ്ണമായ ബാധ്യത അവർക്കുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ചുമതല അവർ മറ്റ് സംവിധാനങ്ങളെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അവരിത് ചെയ്തുമില്ല. കിട്ടുന്ന വിവരമനുസരിച്ച് 2019 ശേഷം ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും എത്രത്തോളം മാലിന്യം അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളത്. അതിനുള്ളിലാണിപ്പോൾ ജോയി കുടുങ്ങി.